പക്ഷെ സാമൂഹ്യ നീതിക്ക് വേണ്ടി ഞാൻ പറയും, ഇന്നും പറയും, നാളെ പറയും. എന്ത് കോലം കത്തിച്ചാലും കാന്തപുരം എന്ത് കുന്തമെടുത്ത് എറിഞ്ഞാലും ഞാൻ പറയാറില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുറച്ചായിട്ട് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിരുദ്ധത മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലത്തെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഗുരുതരമായ എത്രയെത്ര ആരോപണങ്ങൾ മാധ്യമങ്ങളുടെ നേരെ പോലും മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ തീവ്രവാദി എന്ന് വിളിച്ച് ആക്രോശിച്ച സംഭവങ്ങൾ. വെള്ളാപ്പള്ളി നടേശൻ്റെ മുസ്ലിം വിരുദ്ധത പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ പല ലക്ഷ്യങ്ങളും അയാൾക്കുണ്ടായേക്കാം. എന്തായാലും ഇങ്ങനെ മുസ്ലിം വിരുദ്ധത നാട് നീളെ ഛർദ്ദിച്ചു കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ നേതാക്കന്മാർ, ബഹുമാന്യരായ പണ്ഡിതന്മാർ വെള്ളാപ്പള്ളിയുടെ അതേ ഭാഷയിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഒന്നും നിന്നില്ല. മറിച്ച് പലരും വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾ പേവാക്കായി കണ്ട് അതിന് ചെവി കൊടുക്കേണ്ടതില്ല എന്നു മനസ്സിലാക്കുകയും അങ്ങനെ ചെവി കൊടുക്കുകയോ അതിനു മറുപടി പറയുകയോ ചെയ്താൽ അത് ഈ സമൂഹത്തിൻ്റെ സാഹോദര്യത്തിനും കെട്ടുറപ്പിനും അപകടമാണെന്ന് മനസ്സിലാക്കുകയും അവരവരുടെ ദൗത്യവുമായി മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാന്തപുരം എന്തു കുന്തമെടുത്തെറിഞ്ഞാലും വെള്ളാപ്പള്ളി പറയാനുള്ളത് പറയുമെന്നാണ് തൻ്റെ അണികളുടെ മുമ്പിൽ വെച്ച് പ്രസംഗിച്ചത്. കാന്തപുരം ഉസ്താദിന് കുന്തമെടുത്തെറിയുന്ന പണിയില്ല എന്ന് ഈ നാട്ടിലുള്ള ആളുകൾക്കറിയാം. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവനയ്ക്കൊക്കെ ശേഷം വെള്ളാപ്പള്ളിയുടെ അതേ ജില്ലയിൽ വെച്ച് വെള്ളാപ്പള്ളിയുടെ അതേ ആശയം വിശ്വസിക്കുന്ന ആളുകൾ കാന്തപുരം ഉസ്താദിനൊരു പുരസ്കാരം നൽകി ആദരിച്ചിരിക്കുകയാണ്. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയവുമായി കേരളയാത്ര ആലപ്പുഴ ജില്ലയിലെത്തിയപ്പോൾ കായംകുളത്ത് വെച്ച് കേരളയാത്രയ്ക്ക് നൽകിയ സ്വീകരണത്തിൻ്റെ ഇടയിൽ സ്വാമി ശാശ്വതീകാനന്ദ സാംസ്കാരിക കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ള ശ്രീനാരായണ സാഹോദര്യ പുരസ്കാരത്തിന് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനെയാണ് അവർ തെരഞ്ഞെടുത്തത്. അതും ആ സാംസ്കാരിക കേന്ദ്രം അവാർഡ് പ്രഖ്യാപിച്ചിട്ട് ആദ്യത്തെ അർഹനായി കാന്തപുരം ഉസ്താദിനെ തിരഞ്ഞെടുക്കുകയാണ്. എന്നു മാത്രമല്ല, SNDP യോഗത്തിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്ന അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ ചെയർമാനായിട്ടുള്ള ജൂറിയാണ് കാന്തപുരം ഉസ്താദിനെ ആ പുരസ്കാരത്തിന് അർഹനായി തിരഞ്ഞെടുക്കുന്നത്. ഇതല്ലേ മധുരപ്രതികാരമെന്ന് പറയുന്നത്? കാന്തപുരം ഉസ്താദിൻ്റെ പേരെടുത്തു പോലും വളരെ മോശമായി പരാമർശിച്ച വെള്ളാപ്പള്ളിയുടെ നാട്ടിൽ വെച്ച്, അതേ ജില്ലയിൽ വെച്ച് വെള്ളാപ്പള്ളി ആരെയാണോ നേതാവായി അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് ആ നേതാവിനെ തന്നെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന, ആ പ്രസ്ഥാനത്തിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് കാന്തപുരം ഉസ്താദ് പുരസ്കാരം ഏറ്റുവാങ്ങുകയാണ്. അതും ആയിരക്കണക്കിന് ആളുകളെ സാക്ഷിയാക്കിക്കൊണ്ട്. ഇതിനല്ലേ മധുരപ്രതികാരം എന്നൊക്കെ നമുക്ക് വിളിക്കാൻ കഴിയൂ? അല്ലാതെ വെള്ളാപ്പള്ളിയുടെ അതേ ഭാഷയിൽ തിരിച്ചടിച്ചില്ല. തിരിച്ചടിക്കാനുള്ള നാവില്ലാത്തത് കൊണ്ടല്ല, അക്ഷരങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടുമല്ല. ഒരു സമുദായത്തിൻ്റെ നേതാവ്, ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധി ഇത്തരത്തിൽ വർഗീയത പറയുന്നവരോ അല്ലെങ്കിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നവരോ ആകാൻ പാടില്ല എന്ന ബോധ്യമുള്ളതുകൊണ്ടും പണ്ഡിതന്മാരുടെ ദൗത്യം അതല്ല എന്ന പൂർണ്ണമായ അറിവുള്ളതുകൊണ്ടും ഇസ്ലാമിക പണ്ഡിതന്മാരൊന്നും വെള്ളാപ്പള്ളിയുടെ അതേ നാണയത്തിൽ സംസാരിക്കാനോ അവരുടെ സമുദായത്തെ ആക്ഷേപിക്കാനോ ഒന്നും തയ്യാറായില്ല. മറിച്ച് മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ജനുവരി 1-ാം തീയതി മുതൽ കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് നിന്ന് തുടങ്ങിയ യാത്ര ആലപ്പുഴയിലെത്തിയപ്പോഴേക്കും കാന്തപുരം ഉസ്താദ് ഈ സമൂഹത്തിന് നൽകുന്ന സേവനങ്ങൾ, ഈ സമൂഹത്തെ നയിക്കുന്ന കാന്തപുരം ഉസ്താദിൻ്റെ പ്രസ്താവനകൾ, കാന്തപുരം ഉസ്താദിൻ്റെ ഈ സമൂഹത്തിനോടുള്ള സംഭാവനകൾ, ഇതൊക്കെ അറിഞ്ഞും മനസ്സിലാക്കിയും തന്നെ
പ്രഥമ അവാർഡിന് അർഹനായി കാന്തപുരം ഉസ്താദിനെ തിരഞ്ഞെടുക്കുകയാണ്. കാന്തപുരം ഉസ്താദിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണമായി അവർ പറയുന്നതോ ഉസ്താദ് ഉയർത്തിപ്പിടിച്ച മതേതര ചിന്തയും മതസൗഹാർദ്ദവും മനുഷ്യർക്കിടയിൽ മാനവികമായ സംഭാവനകളും അതിനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് കാന്തപുരം ഉസ്താദിന് ഈ അവാർഡ് കൊടുക്കുന്നത് എന്നാണ്. ഉസ്താദ് അങ്ങനെയാണ്. മൂന്നാമത്തെ കേരള യാത്രയാണ്. ഇതിനു മുമ്പ് കർണാടക യാത്ര നടത്തിയിട്ടുണ്ട്, കാശ്മീർ യാത്ര നടത്തിയിട്ടുണ്ട്. ഈ യാത്രകളിലൊക്കെയും ഉസ്താദ് ഉയർത്തിപ്പിടിച്ചത് മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുക എന്ന പ്രമേയമാണ്. അതുയർത്തിപ്പിടിക്കുമ്പോൾ മതേതര ബോധമുള്ള മതസൗഹാർദ്ദ ചിന്തയുള്ള ആർക്കും ഉസ്താദിനെ അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല. അത് വെള്ളാപ്പള്ളിയെപ്പോലെയുള്ള ആളുകൾ എത്ര ഒച്ച വെച്ചാലും ഉസ്താദിനെ തിരിച്ചറിയുന്നവർ അംഗീകരിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ശ്രീനാരായണ സാഹോദര്യ പുരസ്കാരം ഉസ്താദിന് കൊടുത്തതും അതിനർഹനായി ഒന്നാമതായി ഉസ്താദിനെ തന്നെ തിരഞ്ഞെടുത്തതും.